തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിട്ടും മലപ്പുറം ജില്ലയിൽ UDF-ൽ പ്രശ്നങ്ങൾ നീറിപ്പുകയുകയാണ്. സീറ്റ് വിഭജനത്തെ ചൊല്ലി മുസ്ലിം ലീഗും കോൺഗ്രസും പലയിടങ്ങളിലും പരസ്യപ്പോരാണ്. തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് സീറ്റ് നിഷേധിച്ചുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് മലബാറിൽ കണക്കു തീർക്കുകയാണ് മുസ്ലിം ലീഗ്. സീറ്റുകളുടെ എണ്ണത്തിൽ അർഹമായി പ്രാതിനിധ്യം നൽകുന്നില്ലെന്ന വാദമുയർത്തി ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നണി ബന്ധം തന്നെ കോൺഗ്രസ് വിച്ഛേദിച്ചു. സംസ്ഥാനത്ത് UDF മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് എങ്കിൽ മലപ്പുറത്തെത്തിയാൽ വല്യേട്ടൻ മുസ്ലിം ലീഗായി മാറുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറുമല്ല. ജില്ലയിലെ UDF-ലെ പടലപ്പിണക്കങ്ങളും തർക്കങ്ങളും തീർക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന വികാരമാണ് മുസ്ലിം ലീഗിനുള്ളത്. ജനകീയ മുന്നണികളുടെ പേരിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിടുന്ന മുസ്ലിം ലീഗിന് ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങളാണ് വിളങ്ങാവുന്നത്. പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ DCC ജനറൽ സെക്രട്ടറിയുടെയും ബ്ലോക്ക് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് പദയാത്ര സംഘടിപ്പിച്ചതിൽ നടപടിയെടുക്കണമെന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ലീഗിന്റേത് ദുർഭരണമാണെന്ന് ആരോപിച്ച് നവ പൊന്മുണ്ടം നിർമ്മിത യാത്ര എന്ന പേരിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ലീഗ് തർക്കം പരിഹരിക്കാനുള്ള നേതൃതല ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പദയാത്ര. യാത്രയിൽ 100ഓളം കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ലീഗിനെതിരെ പ്രാദേശികമായി പ്രതിഷേധം ഘടിപ്പിക്കാനാണ് പൊന്മുണ്ടം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. മുന്നണിയില്ലാതെ മത്സരിച്ച കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് 12ഉം കോൺഗ്രസിന് 4 അംഗങ്ങളാണുള്ളത്. പൊന്മുണ്ടത്തിൽ CPM-മായി സഖ്യം ചേരാനുള്ള നീക്കത്തിലെ കടുത്ത അതൃപ്തി ലീഗ് സംസ്ഥാന നേതൃത്വം കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. പൊന്മുണ്ടത്തെ പ്രശ്നം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ലീഗ് നേതൃത്വം കോൺഗ്രസ് CPM-മായി സഹകരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അറിയിച്ചു. അർഹതപ്പെട്ട സീറ്റുകൾ പോലും മുസ്ലിം ലീഗ് അനുവദിക്കുന്നില്ല എന്നാണ് പൊന്മുണ്ടത്തെ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. മുന്നണി മര്യാദ ലംഘിക്കുന്ന മുസ്ലിം ലീഗ് നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞു വേണം കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണം ആവശ്യപ്പെടാനെന്നാണ് ലീഗ് നേതാക്കളുടെ വാദം. പ്രശ്നം പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതോടെ മുസ്ലിം ലീഗിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിയ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് PV അൻവറിനെ UDF-മായി സഹകരിപ്പിക്കണമെന്ന് ആവശ്യം ആവർത്തിക്കുകയാണ് മുസ്ലിം ലീഗ്. ഇക്കാര്യം കോൺഗ്രസ് പരിഗണിക്കുന്നത് നീളുന്നതിൽ ലീഗിന് അതൃപ്തിയുണ്ട്. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസുമായി സഹകരിച്ചാൽ മലയോര മേഖലകളിലെ CPM വാർഡുകൾ പലതും പിടിച്ചെടുക്കാനാവുമെന്നും UDF വാർഡുകളെ സുരക്ഷിതമാക്കാൻ സാധിക്കുമെന്നുമാണ് ലീഗിന്റെ വിലയിരുത്തൽ. അൻവറിന് സ്വാധീനമുള്ള മേഖലകളിൽ സഹകരിച്ച് മത്സരിക്കാൻ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം പ്രാദേശിക ഘടകങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് കോൺഗ്രസ് വിജയിക്കുന്നത് വണ്ടൂരിലും നിലമ്പൂരിലും മാത്രമാണ്. അൻവറിന്റെ വരവോടെ നിലമ്പൂർ കോട്ടയല്ലാതായി മാറി. വണ്ടൂരിലും മുന്നണിക്കുള്ളിലും കോൺഗ്രസിലും തർക്കങ്ങളുണ്ട്. തുടർച്ചയായി ഭൂരിപക്ഷം ഇടിയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ലീഗിന്റെ ആവശ്യം അവഗണിച്ചാൽ തിരിച്ചടിയാവുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിന് നിലവിലുള്ളത്.